ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിനാൽ ഈ രാത്രിയിൽ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി കാണപ്പെടുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയേകും. നിങ്ങളുടെ രോഗം അവൻ സൗഖ്യപ്പെടുത്തും. നിങ്ങളുടെ അസ്വസ്ഥത അവൻ ആശ്വാസമാക്കി മാറ്റും. കർത്താവിൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിനു വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഒരുക്കത്തോടെ, മനസ്സിൽ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ മാത്രം മതി എനിക്ക്. ദൈവമേ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഞാനെല്ലാം മാറ്റിവെച്ച് നിന്റെ അടുത്ത്, നിന്റെ സ്നേഹത്തിനു വേണ്ടി നിന്നിൽ ആശ്രയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വേദനിക്കുന്ന, ഞാൻ വിഷമിക്കുന്ന കാര്യങ്ങളിൽ നീ ഇടപെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകും, സൗഖ്യവും വിടുതലും നൽകും, ശക്തിയും ബലവും നൽകും. വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 108 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. എൻ്റെ ആത്മാവേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവേ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, ആകാശത്തിനുമേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ. അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. വലത്ത് കൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് രാത്രിയിൽ അങ്ങ് എനിക്കായി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ, കൃപാവരങ്ങളെ സ്വീകരിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കരുണയോടെ എന്നെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ അങ്ങയെ മാറ്റി നിർത്തിയ അവസരങ്ങളെ ഓർത്ത് ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ നന്മയിൽ, എൻ്റെ സന്തോഷത്തിൽ നിന്ന് ഇന്ന് ഞാൻ അങ്ങയെ മാറ്റി നിർത്തിയ അനുഭവങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ സന്തോഷവേളയിൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കാതെ നിന്നെ അകറ്റി നിർത്തി ഞാൻ സന്തോഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവസാനം എൻ്റെ സന്തോഷം ദുഃഖമായി, പരാജയമായി മാറി. ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ മനസ്സിനെ നീ പരിശോധിച്ച് ഹൃദയത്തെ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, നീയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. നീയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം. അതിനാൽ എപ്പോഴൊക്കെ ഞാൻ എൻ്റെ സന്തോഷത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അതെല്ലാം ഓർത്ത് ഞാൻ ഈ രാത്രിയിൽ അനുതപിക്കുന്നു. എൻ്റെ ദൈവമേ, കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിത മാർഗങ്ങളെ നീ അറിയുന്നുവല്ലോ. എൻ്റെ ആവശ്യങ്ങളെ നീ തിരിച്ചറിയുന്നുവല്ലോ. എൻ്റെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ നിയോഗങ്ങളെ നീ അറിയുന്നു. എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. നിന്നെ മാറ്റി നിർത്തി സന്തോഷിക്കുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അത് ഏറ്റവും അബദ്ധമാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ നിന്നിൽ നിന്നല്ലാതെയുള്ള സന്തോഷം എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമായി മാറും എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത്
സന്തോഷവും നിന്നിൽ നിന്നുള്ളത് മാത്രം മതി. നിന്നിൽ നിന്നല്ലാത്ത സന്തോഷങ്ങൾ, നിന്നിൽ നിന്നല്ലാത്ത സുഖങ്ങൾ, നിന്നിൽ നിന്നല്ലാത്ത പദവി, നിന്നിൽ നിന്നല്ലാത്ത ഉയർച്ച ഒന്നും തന്നെ എനിക്കാവശ്യമില്ല. എൻ്റെ കർത്താവിൽ നിന്നല്ലാത്ത യാതൊരു ഐശ്വര്യമോ സമാധാനമോ സന്തോഷമോ ഇനി എനിക്കാവശ്യമില്ല എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ സന്തോഷം, നീയാണ് എൻ്റെ മഹത്വം, നീയാണ് എൻ്റെ ഐശ്വര്യം, നീയാണ് എൻ്റെ സമാധാനം. ഈ രാത്രിയിൽ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച്, എൻ്റെ തെറ്റുകളെ, കുറ്റങ്ങളെ പുറത്ത് അനുതാപമുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങയിലേക്ക് ഒന്നിപ്പിക്കുന്നതിന് എന്നെ സഹായിക്കണമേ. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി, നിരാശ മാറ്റി എന്നെ സുഖപ്പെടുത്തണമേ. ശക്തിയും ബലവും നൽകി, സൗഖ്യവും വിടുതലും നൽകി കർത്താവെ, അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ ആശ്രയിക്കുവാൻ ഇന്നെന്നെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. അതിരാവിലെ ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ കരങ്ങളിൽ, അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങളിൽ നിങ്ങളെ കാത്ത് സംരക്ഷിച്ച് സുഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുഖമായ ഉറക്കം നൽകി, സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ. എല്ലാ ദുഃഖവും സന്തോഷമായി മാറട്ടെ. നിങ്ങളുടെ നിരാശയും ഭയവും ഈ രാത്രിയിൽ എടുത്തുമാറ്റി നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി കർത്താവായ ദൈവം നിങ്ങളെ പൂർണ്ണമായും കാത്ത് സംരക്ഷിക്കട്ടെ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കർത്താവ് തൻ്റെ കരങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നിങ്ങളോട് ഒപ്പം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.